പാട്ടിൽ വെച്ചിട്ടുണ്ട് ഏറ്റവും അവസാന ക്ലൈമാക്സും. മാത്രമല്ല കമലഹാസന്റെ ഡി ഏജിങ് ടെക്നോളജിയുടെ ഒരു സ്റ്റിൽസും കാണിക്കുന്നുണ്ട് അവിടെ. വീരസേനാപതി എന്നുള്ള ക്യാരക്ടറിൽ കമലഹാസൻ ഇന്ത്യൻ 3 വരും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവർ കുറച്ച് സീൻസ് കാണിച്ചായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഫൈറ്റിംഗ്, പിന്നെ ഇന്ത്യൻസിനെയൊക്കെ ബ്രിട്ടീഷുകാർ കൊല്ലുന്നതൊക്കെ, അതും കൊച്ചു കുട്ടികളെ കൊല്ലുന്ന കുറച്ച് കണ്ടു. അതൊക്കെ നല്ലൊരു ഇമോഷണലായിരുന്നു. അപ്പോൾ അത് പാട്ട് തിരികെ എന്തായിരുന്നാലും നല്ലൊരു വിഷ്വൽ എഫക്റ്റും നല്ലൊരു നമുക്കൊരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് സ്വാതന്ത്ര്യ സമരം ആ ഒരു മൂടൊക്കെ നമുക്ക് കിട്ടും. എന്തായിരുന്നാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും അതിൽ ആരും സംശയമില്ല. കാരണം ആ രീതിയിലാണ് ആ ഒരു ട്രെയിലർ പോലെ ചെറിയൊരു മിന്നായം പോലെ നമ്മുടെ കണ്ണിൽ നിന്ന് പോയെങ്കിലും അത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. കുറച്ച് പഴയ ഒരു ട്രെയിൻ, ഞാൻ റിവ്യൂ വായിച്ച സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ ഒരു ട്രെയിനുള്ളൂ പഴയ ലോക്കോമോട്ടീവ് എഞ്ചിനുള്ള. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സീൻസൊക്കെ ഉണ്ട്, അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പാര എന്ന് പറയുന്ന സോങ്ങിന്റെ ഒരു ത്രെഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കമലഹാസന്റെ ആ ഒരു ഡി ഏജിങ്ങിൽ ഒരു കുതിരപ്പുറത്ത് വരുന്നത് എന്തായിരുന്നാലും ഓഫ് കോഴ്സ് അത് ഇന്ത്യൻ ഒന്നെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, പാട്രിയോട്ടിക് എന്നുള്ള കാര്യം. അതിൽ തന്നെയാണല്ലോ എല്ലാം പറയുന്നുണ്ട്. അവസാനം സ്വന്തം മോനെ തന്നെ ബലിയർപ്പിച്ചിട്ടില്ലേ, ഒരു തെറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം മോനെ തന്നെ കൊന്നു, സ്വന്തം കൈകൊണ്ട് തന്നെ സ്വന്തം മോനെ കൊന്നു. അപ്പം എന്തായിരുന്നാലും ആ ഒരു പുള്ളിയുടെ മനസ്സിലുണ്ട്. അപ്പൊ 3 കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനൊരു കൺക്ലൂഷൻ. അല്ല, ഞാൻ പോലീസിലെ പട്ടാത്തില്ല, ഒരു ബിഗ് കമൽ ഫാൻ, അത്രേ ഉള്ളൂ. ഞാൻ 96-ലാണ് ആ സിനിമ ഇറങ്ങുന്നത് കണ്ടത്. അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഇന്ന് എന്റെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 6ാം ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ശരി, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും, ഉറപ്പാണ്. ഇതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ 2 പാട്ടും കൂടെ ഒരു സിനിമയിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അപ്പം സെക്കൻഡ് പാർട്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് പറയാം, അപ്പം അത് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഇത് ഈ ഇന്നത്തെ തലമുറ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നുള്ളൊരു പാർട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മൂവിൽ പാർട്ട് 2 അത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിലും അത് കാണിച്ചിട്ട് വീണ്ടും ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിഷ്വൽസും കൂടി ഇത് വന്നു കഴിഞ്ഞാൽ അതൊരു കംപ്രസ് ആയി പോകും. അത് കാരണം ഇപ്പൊ കുറച്ചുകൂടെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട് ഇതിൽ. പക്ഷെ അതൊരു ഇന്നത്തെ തലമുറ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. ഈ ഇന്ത്യൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ വന്നിട്ട് കുറെ ആൾക്കാരെ കൊല്ലുന്നു എന്നുണ്ടെങ്കിൽ പോലും അവസാനം ഇന്ത്യക്കാർ പുള്ളിയെ ഒപ്പോസ് ചെയ്യുകയാണ്. അത് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ത്രെഡ് ഇട്ടിട്ടുണ്ട്. അതെ, അത് പറഞ്ഞ് എങ്ങാണ് അത് കമലഹാസന്റെ ഇന്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ട്, ഈ സേനാപതിയുടെ അച്ഛനായിട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതാണെന്ന് തോന്നുന്നു വീരസേനാപതി എന്ന് പറയുന്നത്. ഇത് സേനാപതി, അത് ചിലപ്പോൾ വീരശേഖര സേനാപതി എന്ന ക്യാരക്ടറിലായിരിക്കില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ കമൽ ഫാൻ ആണെങ്കിൽ ഞാൻ പറയാം, തുടക്കത്തിന്റെ കുറച്ച് സീൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വരുന്നത്. പക്ഷെ അത് 2ാമത്തെ പാർട്ട് ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ ചിത്രീകരിച്ചത്. സെക്കൻഡ് ഹാഫിനേഷൻ നല്ല സ്ട്രോങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഇന്ന് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ പണ്ടത്തെ കുറെ മൂവിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ശങ്കറിന്റെ ഒരു വിഷ്വൽ ട്രീറ്റിൽ അതിനെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ശങ്കറിന്റെ ആ ഒരു രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ആ പാര സോങ് തന്നെയാണ്. അതിപ്പോൾ അവസാനം ഈ പറഞ്ഞ പോലെ ടൈറ്റിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 എന്തായിരുന്നാലും അത് കാണിക്കും. വീരശേഖര സേനാപതി നമുക്ക് ഒരിക്കൽ കൂടെ കാണാം. സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ എ.ആർ. റഹ്മാന്റെ കുറച്ച് നൊസ്റ്റാൾജിക്ക് ഉണ്ട്. കമലഹാസന്റെ കുറെ സെന്റിമെന്റൽ സീനിൽ കമലഹാസന്റെ ലാ 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 എന്നൊരു BGM അത് ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ 1-ൽ. അതും ഇതിവിടെ റീമിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്.